ഹലോ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എന്താണ്, ഇന്ന് എൻ്റെ ഒരു ഭയങ്കര സ്ലോ ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുക്ക് ചെയ്തതും കഴിച്ചതും എല്ലാം ലേറ്റായിട്ടാണ്. അപ്പം അതൊക്കെ ടി വിയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന കട്ട് ചെയ്തതും ഒക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് തോരനും അതുപോലെ ചൂരക്കറിയാണ്. ചൂര അറിയത്തില്ല, ട്യൂണ, ആ ഫിഷും. എന്നിട്ട് അതിനായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച്, എൻ്റെ കറിക്ക് മിക്കതിലും ഞാൻ സെയിം പ്രൊസീജിയറാണ് ഇടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ പൊട്ടിച്ച് ഉലുവ പൊട്ടിക്കുന്നത് മീൻകറിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ട്യൂണ കറി വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാത്തപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് മസ്റ്റാർഡ്, മറ്റേ കടുക് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ച് അതിനകത്തിലോട്ട് നമുക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് അങ്ങോട്ട് വഴറ്റണം. വഴറ്റി ഒത്തിരി ഇതിന് കളറൊന്നും ചേഞ്ച് ആവരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ പൊടികളിടണം. അപ്പോഴാണ് നമുക്ക് ആ കടിക്കാനൊക്കെ കിട്ടുന്നത്. മറ്റേ പറയുന്നത്, അതിൽ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടല്ലോ, അതിനെന്താ പറയുന്നത്, കൊച്ചുള്ളിയൊക്കെ കടിക്കാൻ നന്നായിട്ട് ഇടുന്നത്. അപ്പം അതെല്ലാം ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തിലോട്ട് നമ്മുടെ പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം അങ്ങോട്ട് ഇടണം. ഇട്ടിട്ട് പതുക്കെ അതിനങ്ങോട്ട് ഇളക്കി, ഞാൻ ഇന്ന് വളരെ തീരെ ലൈറ്റായിട്ടുള്ളൊരു കറി വെക്കുന്നു. ഒത്തിരി പൊടിയൊന്നും ചേർക്കാതെ വളരെ ലൈറ്റായിട്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വലിയ കളറൊന്നും കാണത്തില്ല, പക്ഷേ അടിപൊളി കറി കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ മുളകും കറിവേപ്പിലേൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇടുന്നത്. കാരണം മുളക് ഞാൻ ഇട്ടാൽ മറന്നുപോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് നമ്മുടെ ടൊമാറ്റോ അതങ്ങനെ ചതച്ചെടുക്കുമ്പോഴത്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കറക്റ്റ്, വേണമെങ്കിൽ മിക്സിക്കകത്തിട്ട് അടിക്കാം, പക്ഷേ എനിക്ക് ചതച്ചെടുക്കുന്നതാണ് കൂടുതലും ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഒഴിച്ച കണക്ക് വെള്ളം ഇങ്ങനെ ആരും ഒഴിക്കരുത്. എൻ്റെ കൈ തട്ടി അറിയാതെ ഒന്ന് വീണു പോയതാണ്. പതുക്കെ നമ്മൾ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിനെ എല്ലാം കൂടെ ഒന്ന് നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ടേ ബാക്കിയുള്ള വെള്ളം ഒഴിക്കാവുള്ളൂ. ഞാൻ ഒഴിച്ചത് പുളിവെള്ളമാണേ. അത് കഴിഞ്ഞിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം അതിനകത്തിലോട്ട് നമ്മുടെ മീനിടണം. ഞാൻ മീൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ടാണ് കേട്ടോ അതിനകത്ത് കളർ വ്യത്യാസം. ഈ വീഡിയോ കാണുമ്പോൾ ഒരു ബ്ലാക്ക് കളറായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് തുറന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇടുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം നാട്ടിൽ നിന്ന് കൂടെ കൊണ്ടുവന്ന കറിവേപ്പില ആകുമ്പോൾ കുറച്ചും കൂടെ ഞാൻ ഇടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്ത സൈഡിലോട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ സെയിം എണ്ണ ഒഴിക്കുക, കടുകിടുക, അതിനകത്തിലോട്ട് നമ്മുടെ ഈ തവണ ഞാൻ ചില്ലി നിരത്തിയിട്ട് കേട്ടോ. ചില്ലിയും കറിവേപ്പില ഇട്ടിട്ട് പക്ഷേ ഇതിനകത്ത് ഇടയ്ക്ക് ഞാൻ ഇച്ചിരി നമ്മുടെ ജിഞ്ചർ ഇടാൻ മറന്നുപോയി. ജിഞ്ചർ ഞാൻ സ്ഥിരം ഇടുന്നതാണ് നമ്മുടെ തോരനിൽ. അതിന് ഇടയ്ക്കാണ് ഇടുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ആദ്യം ഇടുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷേ അതും ഒത്തിരി വഴറ്റുണ്ട്. എനിക്ക് കൂടുതൽ ഇച്ചിരിയൊക്കെ കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഓരോ വെജിറ്റബിൾസും ഒക്കെ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ആദ്യം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴട്ടും. അപ്പോൾ അത് നല്ല ചെറിയതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. അതിന് ശേഷമാണ് ഞാൻ ഉള്ളി ഇടുന്നത്. അല്ലാതെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ വെക്കത്തില്ല. ഇങ്ങനെ വെക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ രുചിയാണ് നമ്മുടെ എല്ലാ തോരനും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിന് ശേഷം നമ്മുടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. ഇളക്കി കുറച്ച് നേരം ഒന്ന് ഇതാക്കി വെച്ചിട്ട് ഒന്ന് അടച്ചും വെക്കണം. കണ്ടോ, എൻ്റെ 2 കറികളും കണ്ടില്ലേ, എങ്ങനെയുണ്ട്, രസമില്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഇടണം. അടച്ചു വെച്ചില്ലെങ്കിലും തേങ്ങ ഇടണം. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് സെറ്റായതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കാൻ സമയമായില്ലേ ഇതുവരെ? അടച്ചു വെക്കണം കേട്ടോ. ഒന്ന് ഇളക്കട്ടെ. പിന്നെ ഞാൻ ഇളക്കുന്നുണ്ടല്ലോ, ഒരു റോളർ കോസ്റ്ററിൽ കയറിയ കണക്കാണ് ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അടച്ചു വെച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ട്രസ്റ്റ് മീ ഗൈസ്, നല്ലതാണ്. എന്നിട്ട് പിന്നെ ഒന്നുകൂടെ തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് അങ്ങനെ അങ്ങ് അടച്ചു വെച്ചേക്കും. പിന്നെ ഈ കറി ഇത് ഇന്നലെ എനിക്ക് പണി കിട്ടിയ കറി കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്തത്. അങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞില്ല, സ്ലോ ഡേ ആണ്. അപ്പോൾ അതൊക്കെ ഫുഡ് കഴിക്കാൻ സമയമായപ്പോഴത്തേനും വിളക്ക് കത്തിക്കാറായി. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് സന്ധ്യാനാമമൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.